ശാന്തി ശാന്തി ശാന്തി. വേദം അറിവ് എന്നാണ് വേദം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം. എല്ലാവർക്കും അതറിയാം. ഇത് ലാഭവും ഇത് വേദ എന്ന് അതിൻ്റെ നിഷ്പത്തി ശാസ്ത്രം പറയുന്നു. അറിവ് നമുക്ക് ലഭിക്കുന്നത് ഏതിലൂടെയാണോ അത് വേദമാണ്. വേദത്തിനകത്ത് അറിവ്, എന്തെല്ലാം അറിവുകളുണ്ട് എന്ന് ചോദിച്ചാൽ വേദത്തിലെ ഒരു മന്ത്രത്തിന് എന്തൊക്കെ അർത്ഥം പറയാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 5 തരത്തിലുള്ള അർത്ഥം പറയാൻ പറ്റും. വേദമന്ത്രത്തിൽ ന്യായദർശനത്തിൽ ഗൗതമ മഹർഷി, ഗൗതമ മുനി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു ആചാര്യനുണ്ട്. അദ്ദേഹം യുക്തിയിലൂടെ ഈശ്വരനുണ്ട് എന്ന് തെളിയിച്ചയാളാണ്. അദ്ദേഹം ന്യായദർശനത്തിൽ പറയുന്നത് മന്ത്ര ആയുർവേദ പ്രാമാണ്യ വച്ചത താപ്ത പ്രാമാണ്യം എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു വേദമന്ത്രത്തിലെ ഒരു ശബ്ദത്തിന് ആയുർവേദപരമായ അർത്ഥമുണ്ടെങ്കിൽ എല്ലാ മന്ത്രങ്ങൾക്കും ആയുർവേദപരമായ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിങ്ങനെ അർത്ഥം പറയുന്ന രീതിയുണ്ട്. ശിക്ഷ എന്ന് പറഞ്ഞാൽ അക്ഷരജ്ഞാനമാണ്. ഇന്ന് മലയാളം പോലും ആളുകൾക്ക് നേരാവണ്ണം അറിയില്ല. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുന്നതാണ്. അതായത് നമ്മൾ ഒരാൾ പറയുമ്പോൾ ശ്രീ എന്നുള്ളതിന് പകരം പലരും പറയുന്നത് ശ്രീ എന്നാണ്. ശ്രീ, ഷ, ഋ, ശ്രീ എന്ന വാക്ക് ഉച്ചരിക്കുന്നത് പലരും ശ്രീ എന്നാണ്. SRI ശ്രീ. പക്ഷെ അങ്ങനൊരു വാക്ക് വാസ്തവത്തിൽ മലയാളത്തിലോ സംസ്കൃതത്തിലോ ഇല്ല. സുശ്രീ, സുശ്രീ എന്നാണ് പറയുന്നത്. സുശ്രീ, സു, സ, ഷ തമ്മിലുള്ള വ്യത്യാസം, സകാരവും ശകാരവും തമ്മിലുള്ള വ്യത്യാസത്തിൽ തെറ്റു വന്നാൽ ശകാരം ബാക്കിയാകും. അതായത് കുറച്ച് എനിക്ക് ശകലം ചോറ് വേണം എന്നതിന് പകരം സകലം ചോറ് വേണം എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥ വ്യത്യാസം ഉണ്ടാവും. അതാണ് ശിക്ഷ. കൽപ്പം എന്ന് പറയുന്നത് നമ്മുടെ യാഗയജ്ഞാദികളുടെയും ശ്രൗത സ്മാർത്ഥ യജ്ഞങ്ങളുടെ വിശദ വിവരങ്ങൾ അടങ്ങുന്നതാണ് കൽപ്പസൂത്രങ്ങൾ. അത് ധാരാളമാണ്. വ്യാകരണം എന്ന് പറയുന്നത് ഒരു ശബ്ദം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ നിഷ്പത്തി എങ്ങനെയാണ്. അപ്പോ അഗ്നിർ ഭവതി ഇതി അഗ്നി. അഗ്നി എന്ന് പറഞ്ഞാൽ തീയല്ല. നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന ആ തീയല്ല. അത് അഗ്നിർ ഭവതി ഇതി അഗ്നി. നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ് അഗ്നി, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ചലനത്തെ പുരോഗതിയിലേക്ക് അനുനിമിഷം കൊണ്ടുപോകുന്നത് എന്തോ അത് അഗ്നിയാകുന്നു എന്നതുകൊണ്ട് അഗ്നിനീളെ പുരോഹിതം എന്ന വാക്കുണ്ടായി ഋഗ്വേദത്തിൽ. അപ്പൊ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം. നിരുക്തത്തിൽ അഗ്നി ശബ്ദം എങ്ങനെയെല്ലാം അർത്ഥമെടുക്കണം. അഗ്നി എന്നതിന് നീലക്കൊടുവേലി എന്ന് പറയുന്ന ഒരു ആയുർവേദ മരുന്നാണ്. അഗ്നി അങ്കാരക എന്ന് ജ്യോതിഷപ്രകാരം അർത്ഥമെടുക്കണം. അഗ്നിയെ 9 എന്ന സംഖ്യയായി കൽപ്പത്തിൽ അർത്ഥമെടുക്കണം. അഗ്നി വൈശ്വാനര എന്ന അർത്ഥം ഈശ്വര അർത്ഥത്തിൽ ആധ്യാത്മികമായി എടുക്കണം. അപ്പൊ അഗ്നി ശബ്ദം ഒരിടത്ത് ഉപയോഗിക്കുമ്പോൾ അത്രയും വിപുലമായിട്ടാണ് അർത്ഥം ഉപയോഗിക്കുക. അപ്പൊ ശിക്ഷയായി, കൽപ്പമായി, വ്യാകരണമായി, നിരുക്തമായി, ഛന്ദസ്. ഛന്ദസ് നിരവധി ഛന്ദസ്സുകളുണ്ട്. വേദമന്ത്രങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത് നിരവധി ഛന്ദസ്സുകളിലാണ്. ഛന്ദസ്സുകളിൽ ഗായത്രി, മൃജുത് ഗായത്രി, തൃഷ്ടുപ്പ്, അനുഷ്ടുപ്പ്, തൃഷ്ടുപ്പ് മുഖ്യമായും തൃഷ്ടുപ്പ്, പിന്നെ അതേപോലെ പിപീലിക തുടങ്ങി ഒരുപാട് ഛന്ദസ്സുകൾ വേദത്തിലുണ്ട്. ഈ ശബ്ദങ്ങൾ എത്ര ശബ്ദം? മൃജിത് ഗായത്രി 23 25 അക്ഷരമാണെങ്കിൽ അത് മൃജിത് ഗായത്രിയായി, 24 അക്ഷരമാണെങ്കിൽ ഗായത്രിയായി. ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അത് ഛന്ദശാസ്ത്രം, പിങ്കളാചാര്യന്റെ ഛന്ദശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത്. അപ്പോ ശിക്ഷയായി, കൽപ്പമായി, വ്യാകരണമായി, നിരുക്തമായി, ഛന്ദസ്സായി, ജ്യോതിഷ പ്രകാരം ഞാൻ പറഞ്ഞു ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം
എന്ന് നിരുക്തത്തിലെ അർത്ഥമെടുത്ത് അഗ്നിക്ക് അർത്ഥം പറയുന്നത് പോലെ വേദത്തിലെ എല്ലാ മന്ത്രങ്ങൾക്കും ഇതേപടി അർത്ഥം പറയുന്ന സങ്കേതമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്നാൽ വേദത്തിനെ സംരക്ഷിക്കുക, ശബ്ദമായിട്ട് സംരക്ഷിക്കേണ്ട ഒരു രീതിയുണ്ട്. അതിനാണ് പദപാഠം, ജഡാപാഠം, ഇപ്പോ പറഞ്ഞിരിക്കുന്ന ഘനപാഠം തുടങ്ങിയിട്ടുള്ള പാഠങ്ങൾ വെച്ചിരിക്കുന്നത്. അതായത് പദപാഠം ക്രമത്തിൽ വരുന്നത് വിഷ്ണു യോനിം കൽപ്പയതു എന്നൊരു മന്ത്രം ഉണ്ടെങ്കിൽ അതിനെങ്ങനെയൊക്കെ മാറ്റി മാറ്റി ചെയ്യാം. അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ന തസ്യ പ്രതിമ അസ്തി യസ്യ നാമ മഹദ്യശ, യജുർവേദത്തിലെ മന്ത്രം വരുമ്പോ ഇത് ന തസ്യ പ്രതിമ അസ്തി എന്നതിന് ഒരാൾ പറയും ന തസ്യ പ്രതിമ അസ്തി, ഈശ്വരന് അളവില്ല എന്നർത്ഥം. യസ്യ നാമ മഹദ്യശ, അദ്ദേഹത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. അതിന് ഒരാൾ പറയാണ് നതസ്യ പ്രതിമ. നതസ്യ പ്രതിമ എന്ന് പറഞ്ഞാൽ പ്രതിമയ്ക്ക് മുമ്പിൽ കുമ്പിടുന്നു എന്നായി. പക്ഷെ അങ്ങനെ അർത്ഥമില്ല. ന തസ്യ പ്രതിമ അസ്തി എന്നാണോ വരേണ്ടതെങ്കിൽ അത് മനസ്സിലാകുന്നത് പദപാഠം, ക്രമപാഠം, ജഡാപാഠം, അവസാനം വന്ന് ഘനപാഠത്തിൽ എത്തി നിൽക്കുന്ന ഒരു രീതിയാണ്. ഇതിൽ നിന്നാണ് വേദങ്ങളെ യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ലാതെ സൂക്ഷിച്ചിരിക്കുക. കൃഷ്ണ യജുർവേദ, തൈത്തീരിയ സംഹിത, ശുക്ല യജുർവേദത്തിന്റെ മാധ്യന്തിന ശാഖ തുടങ്ങി ഒരുപാട് ശാഖകൾ ഈ വിഷയത്തിലുണ്ട്. ഇതിനെല്ലാം അക്ഷരങ്ങളുടെ വ്യത്യാസമില്ല. ഉദാഹരണത്തിന് മംഗലാപുരത്തെ സുള്ളിയിൽ നിന്ന് വന്ന ഇവര് ചൊല്ലുന്നതും എന്റെ മുത്തശ്ശന്മാര് ചൊല്ലുന്ന യജുർവേദവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. രണ്ടും ഒറ്റയൊന്നാണ്. ഞാനൊരു കശ്യപ ഗോത്രക്കാരനാണ്, ഒരു പക്ഷേ ഇവരേതെങ്കിലും അങ്കിരസ് ഗോത്രക്കാരായിരിക്കും. അങ്ങനെയുള്ള ചെറിയ ആ ഗോത്രത്തിന്റെ വ്യത്യാസം വരുന്നത് ശൂൽപസൂത്രങ്ങൾ, ആപസ്തംഭ, ഗൃഹ്യസൂത്രം തുടങ്ങിയ ഗൃഹ്യസൂത്രങ്ങളിലാണ് ആ വ്യത്യാസങ്ങൾ ഗോത്രത്തിലൊക്കെ വരിക. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ശക്തമായി ഈ വേദം എന്തിനാണ് സംരക്ഷിക്കുന്നത്? ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അത് കാര്യം മനസ്സിലാക്കണം. വേദത്തിലെ 4 വേദവും കാണാണ്ട് അറിയുന്ന ഒരാളെ എനിക്കറിയാം. 4 വേദങ്ങൾ കാണാതെ അറിയുന്നയാളെ എനിക്കറിയാം, ചതുർവേദിയെ. ഞാൻ അദ്ദേഹത്തിനോട് കണ്ട്, അദ്ദേഹത്തിന് 120 വയസ്സായി. ഇപ്പോൾ അദ്ദേഹം ഇവിടെയുണ്ട്, ബാംഗ്ലൂരിലുണ്ട്. സുധാകർ ചതുർവേദി കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ആരായിരുന്നു എന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ സെക്രട്ടറി ആയിരുന്നു. ആ സുധാകർ ചതുർവേദി നമ്മൾ കാണുന്ന സമയം 124 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഇപ്പൊ കണ്ടിട്ട് ഒരു 2 ആഴ്ചയായിട്ടേ ഉള്ളൂ, 3 ആഴ്ച, 2-3 ആഴ്ചയായിട്ടേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ട്. വിഷുവിന് തൊട്ട് മുമ്പാണ് ഞാൻ അദ്ദേഹത്തിനെ കണ്ടത്. 124 വയസ്സ്. നടക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല, അദ്ദേഹത്തിനെ ഒരു ഇതിലാ കൊണ്ട് നടക്കുന്നത്. പക്ഷെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ വീട്ടിൽ വന്നിട്ട് താങ്കൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങ് എനിക്ക് ശക്തി തരാൻ ഒരു നല്ല വേദമന്ത്രം പറയണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഉടനെ ഇതം വിഷ്ണു വിചക്രമേ ത്രേതാനിതേ പദം എന്ന് പറയുന്ന ഋഗ്വേദ മന്ത്രമാണ് എനിക്ക് ചൊല്ലി തന്നതിന്റെ അർത്ഥവും പറഞ്ഞു. അപ്പൊ ഇതെന്തിനങ്ങനെ സൂക്ഷിക്കുന്നതെന്നറിയോ? ഇപ്പോ ഇവിടെ ഒരു കലാപരിപാടി ആയിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടിയത്. മുറജപം നടക്കുക. ഈ മുറജപം നടക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. 5 മിനിറ്റ് കൂടി എനിക്ക് ഇന്നുകൂടെ. അതായത് തിരുവനന്തപുരത്ത് മുറജപം നടക്കാറുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ഈ മുറജപം നടന്ന കാലത്ത് ഈ ക്ഷേത്രത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ട്. എവിടെ വേദമന്ത്രം ചൊല്ലുന്നു അവിടെ ഐശ്വര്യമുള്ളൂ. എവിടെ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നില്ലയോ അവിടെ ഐശ്വര്യമില്ല, വിഷ്ണു ഇല്ല. യജ്ഞോ വൈ വിഷ്ണു എന്ന് ശതപഥ ബ്രാഹ്മണത്തിൽ പറഞ്ഞിട്ടുണ്ട്. യജ്ഞോ വൈ വിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞാൽ യജ്ഞമാകുന്നു. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? യജധാതുവിൽ നിന്നാണ് യജ്ഞ ശബ്ദത്തിന്റെ വ്യുൽപ്പത്തി. അതുണ്ടായത് അങ്ങനെയാണ്. എങ്ങനെയാണ് യജ്ഞം എന്ന വാക്കിന് എന്താണ് അർത്ഥം? ദാനം, സംഗതീകരണം, ദേവപൂജ. ദേവപൂജ, സംഗതീകരണ, ദാനേഷു. ദേവപൂജ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ പൂജ എന്താണ്? എല്ലാവരും പറയുന്നത് അർഘ്യപാദ്യാദികൾ കൊണ്ടുള്ള പൂജയാണ്. ശരി, പക്ഷേ അതിനേക്കാൾ വലിയ പൂജ സങ്കല്പ പൂജയാണ്. ആദ്യം നിങ്ങൾക്ക് സങ്കല്പം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഉദാഹരണത്തിന് എന്റെ ഭാര്യയാണെന്ന് ഞാൻ സങ്കല്പിക്കാൻ തുടങ്ങുന്നത് മുതലാണ് അവൾ എന്റെ ഭാര്യയാകുന്നത്. ഭഗവാൻ എന്റെ ഭഗവാനാണെന്ന പൂർണ്ണ സങ്കല്പം ഉണ്ടാകുന്ന ഒരാൾക്ക് ഭഗവാനെ കിട്ടും. അല്ലാത്തവരെല്ലാവരും ചെയ്യുന്നത് ബാഹ്യ പൂജകൾ മാത്രമാണ്.
ബാഹ്യപൂജകൾ കൊണ്ട് നിങ്ങൾക്ക് ആത്യന്തികമായി ഒന്നും നേടാൻ കഴിയില്ല. എന്തെങ്കിലും നേടണമെങ്കിൽ സങ്കല്പത്തിലാണ് മാറ്റം വരേണ്ടത്. അതുകൊണ്ട് സങ്കല്പത്തിൽ എങ്ങനെ മാറ്റം വരും? അതാണ് നാസദീയ സൂക്തത്തില്, അതിഥി സൂക്തത്തില്, പുരുഷ സൂക്തത്തില്, നാരായണ സൂക്തത്തില് ഒക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇത് സങ്കല്പത്തിലുണ്ടോ? നിങ്ങളുടെ സങ്കല്പത്തിൽ ഈ ദേവപൂജ ഉണ്ടായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദാനം ചെയ്യാൻ പറ്റും. ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിവുൾപ്പെടെ എന്തും കൊടുക്കുന്നതാണ്. സംഗതീകരണം എന്ന് പറഞ്ഞാൽ അതിൽ കൊണ്ടുണ്ടാകുന്ന മെച്ചമാണ്. നിങ്ങൾ ഒരു യജ്ഞം ചെയ്താൽ യജ്ഞത്തിനൊരു ഫലമുണ്ട്. ഇന്നിപ്പോ നിങ്ങൾക്ക് ഞാൻ 100% ഉറപ്പ് പറയാം, മുറജപം കഴിയുന്നതോടുകൂടി ഇവിടെ മഴ പെയ്യും. സംശയമൊന്നും വേണ്ട. കാരണം യജ്ഞത്തിന്റെ ഭാവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ ദൃഷ്ടമായ ഫലങ്ങളിലെ വിശ്വസിക്കുന്നുള്ളൂ. അതായത് കാണുന്ന ഫലത്തിൽ ഒക്കെ കാണുന്നതിലാ വിശ്വാസം. ഇപ്പൊ 5 ഉറുപ്പ്യ കൊടുത്താൽ ബിസ്ക്കറ്റ് കിട്ടും, അതൊരു കാഴ്ചയാണ്. എന്നാൽ ഇതിന് അദൃഷ്ട ഫലങ്ങളാണുള്ളത്. അദൃഷ്ടമായ ഫലം, അതായത് കാണുന്നതിന്റെ അപ്പുറത്തുള്ള ഫലം. ആ ഫലം കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് കൊച്ചു ബുദ്ധിയെ മാറ്റുക, വിശാലമായ ബുദ്ധി ഉണ്ടാക്കുക. അതിനാണ് വിശ്വാമിത്രസ്യ രക്ഷതി ബ്രഹ്മേദം ഭാരതം ജനം. വിശ്വാമിത്രനാൽ രക്ഷിക്കപ്പെടുന്ന ഭാരതത്തിലെ ജനങ്ങളെ കുറിച്ച് ഋഗ്വേദം പറഞ്ഞത്. ആരാണ് വിശ്വാമിത്രൻ? വിശ്വാമിത്രൻ ഗായത്രി മന്ത്രത്തിന്റെ ദൃഷ്ടാവാണ്. ഗായത്രി മന്ത്രം ഉരുവിട്ട് നിങ്ങൾക്ക് ആ ദൃഷ്ടാ വിശ്വാമിത്ര, വിശ്വത്തിന്റെ മിത്രനാകാൻ കഴിയണമെങ്കിൽ വിശാല ബുദ്ധി ഉണ്ടാവണം. അതുകൊണ്ട് വേദം പറയുന്നത് യാം മേധാം ദേവഗണ പിതരശോഭാസതേ തയാമ അദ്യമേധയാഗ്നേ മേധാവിനം കുരു. നോക്കുക, യാം മേധാം ദേവഗണാ പിതരശോഭാസതേ. പിതൃക്കളായ ദേവഗണങ്ങൾ ഉപാസിച്ച ആ ദിവ്യമായ മേധാശക്തിയെ ഞങ്ങൾക്ക് ഇപ്പോൾ നൽകിയാലും എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. സാധാരണ ബുദ്ധി കൊണ്ട് കാര്യമില്ല. നമ്മുടെ ഋഷിപ്രവരന്മാർ അസാമാന്യ മേധാശക്തിയുള്ളവരാണ്. അപ്പൊ ഇവിടെ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക. കാലാവസ്ഥയിലൊക്കെ മാറ്റം വരും. അതിൽ നിന്ന് കിട്ടുന്ന നെയ്യ് ജപിച്ച് കഴിച്ചാൽ മാറ്റം ഉണ്ടാവും. നിങ്ങൾക്കറിയോ, ആയുർവേദത്തിൽ പറയുന്നത് ആൺകുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടി പുരുഷ സൂക്തം ജപിച്ചു കൊടുക്കാനാണ്. അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്റെ ഭാഗം മുഴുവൻ ഞാനിത് പറയാത്തതെന്ന് വെച്ചാൽ, അസാമാന്യമായ ബുദ്ധി ലഭിക്കുന്നതിന് വേണ്ടി മേധാസൂക്തം ജപിച്ച് കഴിക്കുന്നത് നെയ്ക്ക് ഗുണമുണ്ടാക്കും. പശുവിൻ നെയ്യ് തന്നെ ആയിരിക്കണം, യാതൊരു സംശയവുമില്ല. നിങ്ങൾ സംഘടിപ്പിക്കേണ്ടത് എന്താ വെച്ചാൽ, ഉടനെ നെയ്യ് നല്ല പശുവിന്റെ നെയ്യ് സംഘടിപ്പിക്കാൻ ഇവിടുന്ന് തീരുമാനം എടുക്കുക. നിങ്ങൾ വളരെ നല്ല നെയ്യ് മാത്രം അതിന് ഉപയോഗിക്കുക. ഉടനെ മാറ്റം ഉണ്ടാവാം. ഞാൻ നിങ്ങൾക്ക് 100% ഞാൻ ഗ്യാരണ്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഗ്യാരണ്ടിയാണ്. വാക്കിൽ സരസ്വതി അങ്ങ് വന്ന് നിൽക്കും. പാവകാൻ സരസ്വതി വാജേഭർ വാജിനീവതി യജ്ഞം വസ്തുധിയാവസു ചോദയിത്രി സുനുദാനാം ചേതന്തി സുമതീന യജ്ഞം ദധേ സരസ്വതി. നാവിലൂടെ സരസ്വതി ഒഴുകി വരും. ഇതെല്ലാം വേദമന്ത്രങ്ങളാണ്. സർവത്ര വേദമന്ത്ര, എല്ലാം വേദമന്ത്രങ്ങളാണ്. ഇതൊക്കെ ഇവിടെ ജപിക്കാൻ പോകുന്നു. ഇതിനൊക്കെ അസാധാരണ ഫലങ്ങളുണ്ട്. ആ ഫലം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കണം. നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ പോരാ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ അത്രയും വീട്ടിൽ മത്സ്യമാംസാദികൾ കയറ്റരുത്. തീരുമാനം എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങാവും. ശുദ്ധമായ ഭക്ഷണമേ ഞങ്ങൾ കഴിക്കൂ. അശുദ്ധമായ ഒരു ഭക്ഷണവും കഴിക്കില്ല. അത്രയും പവിത്ര ഭക്ഷണം ഞങ്ങളെ വീട്ടിൽ കയറ്റുള്ളൂ. ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം ഈ മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ ഇവിടെ ഉണ്ടാവും. അതെന്റെ സൂക്ഷ്മ സ്ഥൂല ദേഹങ്ങളെയും എന്റെ ശരീരത്തിലെ അന്നമയം, പ്രാണമയം, വിജ്ഞാനമയം, മനോമയം, ആനന്ദമയം എന്നീ കോശങ്ങളെയും പൂർണ്ണമായും മാറ്റിയെടുക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഘനപാഠികൾ ചെയ്യുന്നതിനൊരു പ്രത്യേകതയുണ്ട്. മന്ത്രങ്ങൾ ഒരു കോഴിമുട്ടയോ മത്സ്യമാംസാദികൾ ഒരു കഷ്ണമോ കഴിച്ചാൽ
താലുവിൽ വ്യത്യാസം വരും എന്നാണ് പിങ്കളാചാര്യൻ പറയുന്നത്. പിങ്കളാചാര്യൻ പറഞ്ഞിരിക്കുന്നത് താലുവില് ഒരു കഷ്ണം മാംസം എപ്പോഴെങ്കിലും കഴിച്ചു പോയാൽ താലുവിൽ വ്യത്യാസം വരും. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വാത്സ്യായനന്റെ കാമസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞ സ്ത്രീയെയും വിവാഹം കഴിക്കാത്ത കന്യകയായ സ്ത്രീയുടെയും ശബ്ദം കൊണ്ട് അവരെ തിരിച്ചറിയാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞതല്ല, വാത്സ്യായനന്റെ കാമസൂത്രത്തിൽ എഴുതി വെച്ചതാണ്. അപ്പൊ ശരീരത്തില് അത്രയും തീക്ഷ്ണമായ ഭാവത്തോടു കൂടിയാണ് അവരത് ചൊല്ലുന്നത്. അതുകൊണ്ട് അവരുടെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നതൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാ. അവരെ പോയി മാന്തുക, തൊടുക, പിടിക്കുക ഒന്നും ചെയ്യാൻ പാടില്ല. അവരെ ശുദ്ധമാക്കി നിലനിർത്തുക. അപ്പൊ നമ്മൾ തോന്നും ഇതൊക്കെ ഈ പഴഞ്ചൻ ആചാരങ്ങളല്ലേ, എന്തിനങ്ങനെ ഒരാളെ തരുന്നത്? വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ 7 ദിവസമായി ഞാൻ സിംഗപ്പൂരിൽ പോയി വന്നു. ഭക്ഷണം എന്ന് പറയുന്ന മുഴുവൻ ഞാൻ പച്ചക്കറികളാണ് കഴിച്ചത്. ഞാൻ അവിടെ നിന്ന് തീരുമാനം എടുത്തിട്ടാണ് ഇവിടുന്ന് പോയത്. പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ കൂടുതൽ നിങ്ങൾ വേണേൽ കഴിച്ചു നോക്കും. നിങ്ങൾക്ക് മാറ്റം വന്നിരിക്കും. നിങ്ങളുടെ മനസ്സിനും ബുദ്ധിക്കും ഇത്ര നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയില്ല. നല്ല ഭക്ഷണം കഴിക്കാത്ത ഒരാൾക്ക് നല്ല വാക്കു വരില്ല, നല്ല ശബ്ദം വരില്ല, വികല ശബ്ദങ്ങളെ ഉണ്ടാവും. വികല ശബ്ദം വരും, ശബ്ദം വികലമാവുക. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ മന്ത്രധ്വനികൾ ശക്തമായി മാറ്റമുണ്ടായി. അദൃഷ്ടമാണ് ഇത്രയും എനിക്കിപ്പോ പറയാൻ സമയമുള്ളൂ. കാരണം നിങ്ങൾ 6:30 മണിക്കാണ് ഇവിടുത്തെ 6:45. അപ്പൊ കുറച്ചുകൂടി പറയാം. സന്തോഷം. അപ്പൊ പറയാം. അപ്പോ ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ശബ്ദം അത്രയ്ക്കും പ്രധാനമാണ്. അപ്പൊ നമ്മുടെ സ്വാഗതം പറഞ്ഞ ആള് പറഞ്ഞു ഉദാത്തം, സ്വരിതം, ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓരോന്നും വളരെ ശ്രദ്ധിച്ച് അവർ ചെല്ലുന്നത്. ഇങ്ങനൊരു ശ്രദ്ധ ഇവിടെ നിലനിർത്തി പോകുന്നത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏകശ്രുതിയിലാണ് സാധാരണ എല്ലാ ആളുകളും വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത്. ഇത് ഏകശ്രുതിയല്ല, ഇത് ഘനപാഠമാണ്. അതിൽ നിന്ന് വ്യത്യാസം വന്നു. അപ്പൊ അതൊക്കെ ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം. ഓരോന്നും ശ്രദ്ധിച്ചു. ഇത് നിങ്ങൾക്ക് വലിയൊരു സുലഭമായ അവസരമാണ്. ഞാൻ ആലോചിക്കുന്നത്, ഈ നാട് എത്ര ഭാഗ്യവാന്മാരാണ്. ഞാൻ ഒരു അഭ്യർത്ഥനയും കൂടി പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ ആശ്രമത്തിലും വന്ന് ഇത് അവതരിപ്പിക്കും. നിങ്ങൾ എല്ലാ വിധത്തിലും നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതമസ്തു, സർവേ സ്വാഗതം. അതുപോലെ എല്ലാവരും അവിടെ വന്ന് ഞങ്ങളെ കൂടെ, അതായത് അവിടെ എല്ലായ്പ്പോഴും വേദമന്ത്രങ്ങൾ, അഗ്നിഹോത്രം ഒരിക്കലും മുടങ്ങുന്നില്ല. അവിടെ അഗ്നിഹോത്രം നടക്കുന്നു. ഇപ്പൊ അവിടെ വിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ആ വിഷ്ണുവിന്റെ ക്ഷേത്രമായിരുന്നു അത്രയാ അതിന്റെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒരു വിഷ്ണുവിന്റെ ഇത് വെക്കാൻ അവരോട് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ വേദത്തിന് എന്തിനാണ് ഈ ഫലങ്ങളൊക്കെ ഉണ്ടാക്കുക? ഓരോ മന്ത്രത്തിനും നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ വേദം അപൗരുഷയമാണ്. അതായത് ഇപ്പോ ഭഗവത്ഗീത വ്യാസരചിതമാണ്. മഹാഭാഗവതം, ഭാഗവതം, രാമായണം സർവം മനുഷ്യകൃതം. ഋഷികൃതം, മനുഷ്യകൃതം. പക്ഷെ വേദം അങ്ങനെയല്ല. വേദം ഈശ്വരകൃതം. അതുകൊണ്ട് അതിന്റെ പേര് അപൗരുഷയം എന്നാണ്. ഒരു പുരുഷന്റെ അല്ല. വിവിധ ഋഷിമാരില് ആ മന്ത്രങ്ങൾ അവർ ദർശിച്ചതാണ്, കണ്ടതാണ്. സാധാരണഗതിയിൽ മന്ത്രം എന്താ ചെയ്യുക? കേൾക്കുക ചെയ്യുക. പക്ഷേ ഇവിടെ പറയുന്നത് മന്ത്രദൃഷ്ടാക്കളാണ്. ഋഷികൾ മന്ത്രദൃഷ്ടാക്കളാണ്. ഋഷയോ മന്ത്രദൃഷ്ടാര. അപ്പോ ഋഷികളൊക്കെ മന്ത്രദൃഷ്ടാക്കളാണ്. മന്ത്രത്തെ അവരുടെ ദിവ്യമായ കണ്ണുകൊണ്ട്, മാംസചക്ഷുസ് കൊണ്ടല്ല, ഹേ അർജുന ഞാൻ നിനക്ക് ഇപ്പോൾ ദിവ്യചക്ഷുസുകൾ തരാം എന്ന് പറഞ്ഞ ആ ദിവ്യചക്ഷുസ് കൊണ്ടാണ് മന്ത്രങ്ങളെ കാണുന്നത്, സാക്ഷാത്കരിക്കുന്നത്. അപ്പോ ആ മന്ത്രങ്ങള് പലർക്കും ഒരു സംശയമുണ്ട്. ചില മന്ത്രങ്ങൾ ആവർത്തിച്ചൊക്കെ വരും. ഉദാഹരണത്തിന് സനപ്പിദേവ സൂനവേ സൂപായനോ ഭവ എന്ന് പറയുന്ന മന്ത്രം ഋഗ്വേദത്തിലുണ്ട്. പക്ഷെ അതേ മന്ത്രം എവിടെയും തുടങ്ങുന്നു? സാമവേദത്തിന്റെ ആരംഭത്തിലും കാണാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഒരു ആദ്യത്തത് ഹൈപ്പോത്തിസിസ് ആണ്. ഋഗ്വേദത്തിൽ ഹൈപ്പോത്തിസിസ്.
അതിന്റെ പ്രാക്ടിക്കൽ വശം എന്ന് പറയുന്നത് യജുർവേദമാണ്. മുഴുവൻ പ്രാക്ടിക്കൽ ആക്കാൻ ശ്രമിക്കുന്ന യജുർവേദത്തിൽ അതിന്റെ ഉപാസനാ കാണ്ഡമാണ് സാമവേദം. അതുകൊണ്ടാണ് വേദങ്ങളിൽ ഞാൻ സാമവേദമാണ് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ സാമവേദത്തെ കുറിച്ച് പറഞ്ഞു. സമഗാനം ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സമഗാനം അപ്പോ സാമഗാനം വരുന്നത് ഈ ഉപാസനയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഉപാസിച്ചു കഴിയുമ്പോൾ ഒരറിവുണ്ടാവുന്നത് സംരക്ഷിക്കുന്ന അറിവാണ് അഥർവവേദം. അപ്പോ ഉദാഹരണത്തിന് ഋഗ്വേദത്തില് വാസ്തുവിനെ സംബന്ധിക്കുന്ന വിശ്വകർമ്മ സൂക്തമാണ്. വിശ്വകർമ്മ സൂക്തം, ആ വിശ്വകർമ്മ സൂക്തം എങ്ങനെ നടപ്പിലാവുന്നു എന്ന് പഠിക്കുന്നത് അഥർവവേദത്തിലാണ്. അതുകൊണ്ടാണ് വാസ്തുക്കൾ ഉൾപ്പെടുന്ന സ്ഥാപത്യവേദം അഥർവവേദത്തിന്റെ ഉപവേദമാകാൻ കാരണം. പക്ഷെ അതിന്റെ തുടക്കമുള്ളത് ഋഗ്വേദത്തിലാണ്. ഇപ്പൊ ഋഗ്വേദം പഠിക്കാതെ ഒരാൾക്ക് അഥർവവേദം പഠിച്ചിട്ട് പ്രയോജനമില്ല. അതേപോലെ യജ്ഞീയമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് യജുർവേദത്തിലാണ്. അവിടെ എല്ലാം യജ്ഞമാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 2 വിറക് വെച്ച് തീ കൊടുക്കുന്നതല്ല. അതൊരു യജ്ഞം തന്നെ. അതിൽ നിങ്ങൾക്ക് സംഗതീകരണമൊക്കെ ഉണ്ട്, ദാനമുണ്ട്, ദേവപൂജയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാം സമർപ്പണത്തിലാണ്. ഇതം ന മമ, ഇതം അഗ്നയെ, ഇതം ന മമ, ഇത് അഗ്നിക്കുള്ളതാണ്, ഇത് എന്റേതല്ല. ഇതം സോമായ, ഇതം ന മമ, ഇത് സോമനുള്ളതാണ്, ഇതെനിക്കുള്ളതല്ല. ഇതം പ്രജാപതയെ സ്വാഹ, ഇതം പ്രജാപതയെ, ഇതം ന മമ. ഇന്ദ്രായ സ്വാഹ, ഇതം ഇന്ദ്രായ, ഇതം ന മമ. എല്ലായിടത്തും പറയും ഇതം ന മമ, ഇത് എന്റേത് അല്ല, ഇത് ഞങ്ങളുടേത് അല്ല. മറിച്ചോ ഇതെല്ലാം ഭഗവാനുള്ളതാണ്. അപ്പോ ഭഗവാനുള്ള ഒരു വേദമന്ത്രങ്ങളുടെ യജ്ഞഭാവത്തിനെ സാക്ഷാത്കരിക്കുന്നത് യജുർവേദമാണ്. എന്നാൽ അതിന്റെ ഉപാസനാദി ഭാവങ്ങൾ അത്രയുമുള്ളത് സാമവേദത്തിലാണ്. സാമ ഉപാസിക്കാൻ തുടങ്ങുന്നതോടുകൂടി ചില മന്ത്രങ്ങളില് പഞ്ചമമാണ് സ്വരം. ചില മന്ത്രങ്ങളുടെ സ്വരം പഞ്ചമമാണ്. പഞ്ചമത്തിന്റെ സ്വരം വരുന്ന മന്ത്രങ്ങളുടെ അർത്ഥം പഠിച്ചാൽ അതീവ രസകരമാണ്. ഒരു മന്ത്രത്തിന്റെ അർത്ഥം കുടുംബജീവിതം നന്നാവുന്നതിനെ കുറിച്ചാണ്. ഭാര്യ ഭർത്തൃ കുട്ടികളുടെ ബന്ധം നന്നാവുന്നതിന് വേണ്ടിയുള്ള മന്ത്രം. ആ മന്ത്രത്തിന്റെ സ്വരം പഞ്ചമം. പഞ്ചമസ്വരത്തിന്റെ പ്രത്യേകത അത് വസന്ത കോകിലത്തിന്റെ സ്വരമാണ്. വസന്ത കോകിലത്തിന്റെ സ്വരം ഒരു വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും കുട്ടികളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ മന്ത്രത്തിലൂടെ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മക്കളും നിങ്ങൾ പരസ്പരവും അച്ഛനമ്മമാരും മുത്തശ്ശന്മാരും എല്ലാവരുടെയും സ്വരം പഞ്ചമസ്വരമാകട്ടെ, വസന്ത കോകിലത്തിന്റെ സ്വരത്തിൽ സംസാരിക്കുന്നവരായിട്ട് തീരട്ടെ. എന്തൊരു ഉദാത്ത ഭാവനയാണ് നോക്കൂ. അതിനൊന്ന് കൂട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയാണ്. വേദമന്ത്രങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, അത് നിങ്ങളൊക്കെ ഇവിടെ അനുഭവിക്കേണ്ട വിഷയമാണ്. എന്താണ് വേദമന്ത്രത്തിലുള്ളത് ഒക്കെ ഞാൻ വളരെ ഹ്രസ്വമായി പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നൊക്കെ വരും. ഭാവിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അങ്ങനെ ലളിതമാക്കാൻ പറ്റുമെന്നൊരു വിഷയമുണ്ട് ഇതിനകത്ത്. അതായത് ഇപ്പോ വേദമന്ത്രങ്ങൾക്ക് ഋഷി, ദേവത, ഛന്ദസ്, സ്വരം 4 ഭാഗങ്ങൾ. ഇനി ആ ഋഷി, ആ ദേവത, ആ ഛന്ദസ്, ആ സ്വരം, വേദമന്ത്രങ്ങൾ, ഇതെന്തായി സംഗതി? സൃഷ്ടിയുടെ തുടക്കത്തിൽ, പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ ഈശ്വരൻ നമുക്ക് തന്നതാണ്. തസ്മാദ്യജ്ഞാ സർവഹുത ഋജസ്സാമാനി ജഞ്ചിരേ ഛന്ദാംസി ജഞ്ചിരേ യജുസ്തസ്മാദ് അജായത എന്ന് പുരുഷ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ, സൃഷ്ടിയുടെ തുടക്കത്തിൽ ഋഗ്വേദവും സാമവും, ഛന്ദസ് എന്ന പേരുള്ള അഥർവവേദവും, യജുസ് എന്ന് പറയുന്ന യജുർവേദവും ഭഗവാൻ തന്നു. അതെന്തിനാ തന്നത്? ജ്ഞാനം, കർമ്മം, ഉപാസന, വിജ്ഞാനം എന്നീ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ചുരുക്കി ജ്ഞാന, കർമ്മോപാസന എന്നിങ്ങനെ 3 ആക്കി മാറ്റും. ആ 3 നമ്മുടെ പൂണൂലിനകത്ത് 3 ഇഴ. ഈ 3 ഇഴയ്ക്ക് ഒരു വലിയ അർത്ഥമുണ്ട്.
ജ്ഞാനവും കർമ്മവും ഉപാസനയും ഏതൊരാൾക്കുണ്ടോ അയാളാണ് യാജ്ഞികൻ. ജ്ഞാനം, കർമ്മം, ഉപാസന. ജ്ഞാനം, കർമ്മം, ഉപാസന ഇതാർക്കുണ്ടോ അയാൾക്ക് യജ്ഞോപവീതം ധരിക്കാനുള്ള അവകാശമുണ്ട്. അതെങ്ങനെയാ ഉണ്ടാവുക? മേഖല ധരിപ്പിക്കും. മേഖല ധരിപ്പിച്ച് ശിഖയിൽ വയ്ക്കും. മേഖല അരയിലും ശിഖ തലയിലുമാണ്. മേഖലയിൽ മൂലാധാരവും ശിഖയിൽ സഹസ്രാരതലപത്മവുമാണുള്ളത്. ഈ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുക എന്ന് പറയാറുണ്ട് മലയാളത്തിൽ. ഈ പ്രയോഗം ഉണ്ടായത് ഈ അരയിൽ മേഖലയും തലയിൽ കെട്ടുന്ന ശിഖയും. ഞങ്ങളൊക്കെ വെക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് ഇതൊക്കെ വടിച്ചു കളയണം എന്ന് പറഞ്ഞിട്ട് ആരും ഇപ്പൊ ശിഖ വെക്കുന്നില്ല. ശിഖ വെക്കാൻ എല്ലാവർക്കും മടിയാണ്. ഇപ്പൊ സ്ത്രീകളെ ഈ ആണുങ്ങൾ തീരെ അത് ഉപേക്ഷിച്ച മട്ടാണ്. അപ്പൊ ശിഖ കുറച്ചെങ്കിലൊക്കെ വെക്കാം, അതൊരു മോശമൊന്നുമല്ല. അപ്പോ ശിഖ വെച്ച് എന്തിനായി ചെയ്യുന്നതെന്നറിയോ? മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള എന്റെ ശരീരത്തിനകത്ത് ഋഷിയുണ്ട്, ദേവതയുണ്ട്, ഛന്ദസ്സുണ്ട്, സ്വരമുണ്ട്. എന്റെ ശരീരത്തിൽ ഋഷിയുണ്ട്. എങ്ങനെയാ ഋഷി ഉണ്ടാവുക? കണ്ണ് ഒരു ഋഷിയാണ്. സപ്ത ഋഷികൾ 2 കണ്ണ്, 2 കാത്, മൂക്ക്, നാക്ക്, ഇതെല്ലാം സപ്ത ഋഷികളിൽ പെടും. യജുർവേദത്തിൽ ശതപഥ ബ്രാഹ്മണത്തിൽ പഠിക്കാം. ശതപഥ ബ്രാഹ്മണം മുഴുവൻ കർമ്മകാണ്ഡമാണ്. ശതപഥ ബ്രാഹ്മണത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ പറയുന്ന നമ്മുടെ ശരീരത്തിനകത്തെ ഋഷി ദേവതയുണ്ട്. എങ്ങനെയാ ദേവതയുണ്ടെന്ന് മനസ്സിലാവുക? നിങ്ങളുടെ ശരീരത്തിനകത്ത് ദേവതയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഉപനിഷത്ത് പഠിച്ചാൽ മതി. എങ്ങനെയാണ്? സൂര്യൻ എന്റെ കണ്ണും ചന്ദ്രൻ എന്റെ മനസ്സുമാണ്. ചന്ദ്രമാ മനസ്സോ ജാത ചക്ഷോ സൂര്യോ അജായത. വാക്ക് അഗ്നി രൂപം കൃത്വാ ജിഹ്വാം പ്രാവിശത്. അഗ്നി ജിഹ്വയിൽ വാക്കായി വന്ന് പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഐതരയോപനിഷത്ത്. അപ്പോ ഈ ഉപനിഷത്തുകളിലൊക്കെ പറയും നമ്മുടെ ശരീരത്തിൽ അത്രയും ദേവതകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹണിമൂൺ ട്രിപ്പിന് പോകുന്നത്. ഹണിമൂൺ, മൂൺ, ചന്ദ്രൻ, അത് മനസ്സുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് ഹണിമൂൺ. പ്രാന്തായാൽ പറയുന്നത് ലുണാറ്റിക്. ചന്ദ്രന്റെ പേര് ലൂണാർ. സോ നമ്മളെ മനസ്സ്, അതാണ് ഈ പണിക്കന്മാരൊക്കെ ജ്യോത്സ്യനൊക്കെ വെച്ചിട്ട് പറയല്ലോ, ചന്ദ്രന്റെ ഒരു നീചത്തിലാണല്ലോ, എന്തോ മാനസിക പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇതിന്റെ മുകളിലാണ്. അപ്പൊ ചന്ദ്രമാ മനസ്സോ ജാത ചക്ഷോ സൂര്യോ അജായത. അത് യജുർവേദത്തിലുണ്ട്, ഋഗ്വേദത്തിലുണ്ട്, സാമവേദത്തിലുണ്ട്, അഥർവവേദത്തിലുണ്ട്. അപ്പോ ഈ പറയുന്ന വേദങ്ങളില് ശരീരത്തിൽ ദേവതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് നിങ്ങൾ ലളിതാ സഹസ്രനാമത്തിലുണ്ടല്ലോ, നമ്മുടെ ത്വക്കിൽ പായസാന്ന പ്രിയ ത്വക്സ്താ പശുലോക ഭയങ്കരി. പായസാന്നം എന്ന് പറയുന്ന പയസ്തന പാല്, പാലിൽ നിന്നുകൊണ്ടുണ്ടാക്കുന്ന അന്നം കൊണ്ട് ഉള്ള അത് ഇഷ്ടപ്പെടുന്ന ദേവത തൊലിപ്പുറത്തുണ്ട്. അതുകൊണ്ട് കണ്ഠത്തിൽ ക്യാൻസർ വന്നാൽ പണ്ട് കാലത്ത് ഭക്ഷണം നേരിട്ട് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നന്നായിട്ട് നല്ല കട്ടിയുള്ള പായസം ഉണ്ടാക്കി മേലിൽ അങ്ങ് കൊടുക്കും. മേൽ തേച്ച് കുറച്ച് ഇളം വെയിൽ കൊള്ളിക്കും. ഉടനെ വിശപ്പ് മാറും. പായസാന്ന പ്രിയ ത്വക്സ്താ പശുലോക ഭയങ്കരി. നിങ്ങൾ കേട്ടില്ല? ഡാകിനീശ്വരി. ഡാകിനിയാണ് എന്റെ ദേവത. ഡാകിനി എന്ന ദേവതയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ് ഡാക്ക. അതാണ് ബംഗ്ലാദേശിലെ ഡാക്ക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. വൈ ദ നെയിം ഡാക്ക? ബിക്കോസ് ഡാഗിനി ടെമ്പിൾ ഈസ് ദേർ. ഡാഗിനി, നിങ്ങൾക്കത് ഒരു ദുർമന്ത്രവാദിനിയായ അമ്മൂമ്മയായി ചിത്രീകരിക്കുന്നതിൽ ഒരു പരാതിയുമില്ലാത്ത ഹിന്ദുക്കളാണ് ഈ ഇരിക്കുന്നതല്ല. ഒരു കാർട്ടൂണിൽ ഡാഗിനി അമ്മൂമ്മ. പറഞ്ഞു മനസ്സിലായില്ല? മനസ്സിലായാ നന്ന്, മനസ്സിലായില്ലെങ്കിലും നന്ന്. അപ്പോ ബുദ്ധിയുള്ളവരോട് അധികം പറയേണ്ടതില്ല, ബുദ്ധിയില്ലാത്തവരോടും അധികം പറയേണ്ടതില്ല എന്നാണ് എന്റെ ഗുരുപരമ്പരയിൽപ്പെട്ടവർ പറഞ്ഞത്. അപ്പോ ഞാൻ പറഞ്ഞത്, ഡാഗിനി പോലുള്ള ദേവതകൾ ശരീരത്തിലുണ്ടെന്ന് ലളിതാ സഹസ്രനാമവും പറയുന്നത്. നിങ്ങളുടെ ശരീരത്തില് ഋഷി, ദേവത, ഛന്ദസ് ഉണ്ട്. 24 അക്ഷരമുള്ള ഛന്ദസ് ഈ ശരീരത്തിലുണ്ട്.
പിന്നെ സ്വരമുണ്ട്. നിങ്ങളെ സ്വരമാണ് നിങ്ങളെ കോശങ്ങളെയും അവയവങ്ങളെയും പരസ്പരം ചേർത്ത് നിർത്തുന്നത്. ഇതെല്ലാം വേദമന്ത്രത്തിലുണ്ട്, ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പോ പ്രപഞ്ചം, നിങ്ങൾ, ഈ വേദമന്ത്രം എന്നിവ പരസ്പര പൂരകങ്ങൾ.